से हो? हम लोग इंडिया से। हम क्या पाकिस्तान से हैं? നിങ്ങൾ എവിടെ നിന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇന്ത്യ എന്ന് പറഞ്ഞ ആളുകൾ എന്തായാലും ഇന്ത്യയുടെ ഏത് ഭാഗത്തു നിന്നാണെന്നുള്ളത് ആ വീഡിയോയിൽ മനസ്സിലായിട്ടുണ്ട്. ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ചിലപ്പോൾ അവർക്ക് ഇന്ത്യയുടെ മാപ്പ് മൊത്തമായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. എന്തായാലും ആ ഒരു മനുഷ്യനുണ്ടല്ലോ, അവിടെ ആ ചായ വിൽക്കാൻ വന്ന ആൾ, അദ്ദേഹം പറഞ്ഞ ആ ഡയലോഗ് ഉണ്ടല്ലോ, അതായത് ഞങ്ങൾ പാകിസ്ഥാനിൽ നിന്നാണ് വന്നത്, ഞങ്ങൾ ഹിന്ദുസ്ഥാനിലെ എന്നുള്ളതാണ് അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞത്. ബാക്കി കൂടി കാണാം. भी इंडिया से। हम तो असली हिंदुस्तान से। എന്ത് തന്നെയായാലും അദ്ദേഹം പറഞ്ഞ ആളുണ്ടല്ലോ, ഇതാണ് അസ്ലി ഹിന്ദുസ്ഥാൻ, അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്, അവിടെ ജീവിക്കുന്നുണ്ട്. ഒരു ചിലപ്പോൾ കുറച്ച് ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ആളുകളായിരിക്കാം, ചില ശുദ്ധശക്തികൾ ഉണ്ടാവാം. പക്ഷെ ഇങ്ങനെ ചിന്തിക്കുന്ന ഈ മനസ്സുകളാണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ശക്തി. അതിന് മതമോ ജാതിയോ ഒന്നൊരു പ്രശ്നമല്ല. അത് ആര് പറഞ്ഞാലും അവരോടൊപ്പം അട്ടിയുറച്ച് നിൽക്കാൻ കഴിയണം. അവിടെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ആ ഒരു മനുഷ്യന് 100 സല്യൂട്ട്. ആ പറഞ്ഞ ഒറ്റ ലൈൻ, ആ ഒറ്റ മറുപടി എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് ആ മണ്ണിൽ നിന്ന് വരുമ്പോൾ കിട്ടുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് അത് എന്നും മാത്രമാണ്. എന്നും കാശ്മീർ ഇന്ത്യയോടൊപ്പമാണ്, ഇന്ത്യയിൽ തന്നെയുള്ള സംസ്ഥാനമാണ്. കാശ്മീരിൻ്റെ ഭാഗം, കാശ്മീർ ഇന്ത്യയുടെ തന്നെ മണ്ണാണ് എന്നുള്ളത് വീണ്ടും ഉറപ്പിക്കുകയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിലും. ഇതേപോലെ ആ ചോദിച്ച ആൾക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് ചിലരുടെ മനസ്സുകളിൽ ഇപ്പോഴുള്ള സംശയമായിരിക്കാം. ആ സംശയത്തിനെ മൊത്തമായിട്ട് ദൂരീകരിച്ചു കൊടുത്താണ് അദ്ദേഹം ആ ഒറ്റ വൺ ലൈനിൽ ആ മറുപടി പറഞ്ഞത്. അതാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. പക്ഷേ ഇതാണ് ഈ പൗരൻ എന്ന് പറയുന്നത്, നമ്മൾ ദേശസ്നേഹികൾ, നമ്മൾ മതം നോക്കാതെ ജാതി നോക്കാതെ നമ്മുടെ ദേശത്തിൻ്റെ മനസ്സ്, നമ്മുടെ മണ്ണിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ആ മനുഷ്യരെ നമുക്ക് കാണാം, വളരെ നിഷ്കളങ്കമായിട്ട് കാണാം. അല്ലാത്തയും ആളുകൾ ഉണ്ടാവാം, അതൊക്കെ ഓരോരുത്തരുടെ കാര്യം. പക്ഷേ ഇങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഓരോ രാജ്യസ്നേഹിയുടെയും ഓരോ ഭാരതീയൻ്റെയും കടമ. അല്ലെങ്കിൽ നമ്മൾ അതിൽ അഭിമാനം കൊള്ളുക, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ കർത്തവ്യമാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.